ഇങ്ങനെ നിക്കാഹ് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ റാബിത്തത്തുൽ ആലമീൻ ഇസ്ലാമിയുടെ ഒരു ഫത്വ വന്നു. ജുമുഅ ഖുത്ബയുടെ അർക്കാനുകൾ ഒഴിച്ചുള്ള ഭാഗങ്ങൾ പ്രാദേശിക ഭാഷയിലും ആനുകാലിക വിഷയത്തിലും ആകാമെന്നായിരുന്നു ഫത്വ. മുജാഹിദുകൾ അന്ന് കേരളത്തിൽ പരിമിതമായി ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും അവർ ഈ ഫത്വ സർവാത്മന സ്വാഗതം ചെയ്തു. എന്നാൽ സുന്നികളെ സംബന്ധിച്ചിടത്തോളം സൗദി എന്ന് കേൾക്കുന്നത് തന്നെ അന്നും അലർജിയാണ്, ഇന്നും അലർജിയാണ്. സൗദിയിൽ നിന്നുണ്ടായ ഈ ഫത്വ സുന്നികൾ സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല ശക്തിയായി എതിർക്കുകയും ചെയ്തു. പ്രവാചകൻ മലയാളത്തിൽ ഖുത്ബ നടത്തിയിട്ടില്ല, പ്രാദേശിക ഭാഷയിൽ നടത്തിയിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. പ്രവാചകൻ നടത്തിയതുപോലെ അറബിയിൽ മാത്രമേ നടത്താവൂ എന്നവർ ശഠിച്ചു. എന്നാൽ പ്രവാചകൻ മൈക്കിലൂടെ ഖുത്ബ നടത്തിയിട്ടില്ല, സമയം നോക്കി ചെയ്തതായി അല്ല ചെയ്തിരുന്നത് എന്നൊന്നും ആ വിഷയം അവർ വിസ്മരിച്ചു. മൈക്ക് അവർ ഉപയോഗിച്ചു, വാച്ച് അവർ ഉപയോഗിച്ചു. അങ്ങനെ അവർക്ക് സൗകര്യം ഉള്ള കാര്യങ്ങൾ ഏറ്റെടുത്തു. മലയാളത്തിലേക്ക് പ്രസംഗിക്കാൻ അവർ തുനിഞ്ഞില്ല. മലയാളത്തിൽ ഖുത്ബ നടത്താൻ സാധിക്കുന്ന ആളുകളുടെ പരിമിതിയും അതിൻ്റെ ഒരു കാരണമായിരിക്കാം. ഈ ഫത്വ വരുന്നതിന് മുമ്പും കേരളത്തിൽ ചില പള്ളികളിൽ ഖുത്ബ മലയാളത്തിൽ നടന്നിരുന്നു. എന്നാൽ ഈ ഫത്വ വന്നതോടുകൂടി ഇതൊരു വാദപ്രതിവാദ വിഷയമായി മാറുകയും മലയാളത്തിൽ ഖുത്ബ നടത്തുന്നവരൊക്കെ മുജാഹിദുകളാകും എന്ന ഒരു ധാരണ പരക്കുകയും ചെയ്തതോടുകൂടി നേരത്തെ മലയാളത്തിൽ ഉണ്ടായിരുന്ന ഖുത്ബയും അറബിയാക്കി മാറ്റുകയാണ് സുന്നികൾ ചെയ്തത്. മുജാഹിദുകളാകട്ടെ ഈ അവസരത്തിൽ വീട്ടിൽ വെച്ച് നടക്കുന്ന വിവാഹങ്ങളിലൊക്കെ നിക്കാഹ് ഖുത്ബ മലയാളത്തിലാക്കിയെന്ന് മാത്രമല്ല, വിവാഹങ്ങളിൽ എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകളും വരുമല്ലോ. ഈ അവസരം മുതലെടുത്തുകൊണ്ട് സുന്നികൾക്കുള്ള ഈ മലയാളത്തിനോടുള്ള അലർജി ഒന്ന് അവസാനിപ്പിക്കുവാനെന്ന ഉദ്ദേശത്തോടെ അല്പം നീണ്ട ഒരു ഖുത്ബ തന്നെ പ്രസംഗം അവർ ആരംഭിച്ചു. അങ്ങനെയാണ് നിക്കാഹ് ഖുത്ബ ഇവിടെ ഉണ്ടായി വരുന്നത്. അതുവരെ നിക്കാഹ് ഖുത്ബയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിക്കാഹും ഒരു ചെറിയ ഉൽഫാത്തിയയും പ്രാർത്ഥനയും മാത്രമായിരുന്നു. ഇങ്ങനെ മലയാളത്തിൽ ഖുത്ബ വന്നപ്പോൾ അതിൻ്റെ പേരിൽ ജുമുഅ ഖുത്ബയുടെ പേരിൽ വാദപ്രതിവാദം ഉണ്ടായിരുന്നെങ്കിലും നിക്കാഹ് ഖുത്ബയുടെ പേരിൽ വാദപ്രതിവാദമൊന്നും അന്നുണ്ടായിരുന്നില്ല. കാരണം പ്രവാചകൻ ഒരിക്കലും നടത്താത്തതാണല്ലോ ഈ നിക്കാഹ് ഖുത്ബ. ഇത് പ്രവാചകന് പരിചയമില്ലാത്തതാണ്. നല്ലത് ആണെന്ന് ഞാനെല്ലാം നിങ്ങൾക്ക് നല്ലത് കാണിച്ചു തന്നിട്ടുണ്ട്, തെറ്റായത് നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നിട്ടുണ്ട്. ഈ മതം ഇന്നത്തതോടുകൂടി ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്ന് ചരിത്രപ്രസിദ്ധമായ ഒരു പ്രസംഗത്തിലൂടെ ആയിരക്കണക്കിന് ആളുകളെ പ്രവാചകൻ ചെയ്ത ഒരു വസിയത്തിൽ നിങ്ങൾ ഇന്നേ ദിവസം പൂർത്തീകരിച്ച് നിങ്ങൾ ഇതിലൊന്ന് കൂട്ടുകയോ ഒന്ന് കുറയ്ക്കുകയോ ചെയ്യരുത് എന്നാണല്ലോ വസിയത്ത് ചെയ്തിരുന്നത്. ആ പറഞ്ഞ നല്ലതെല്ലാം കാണിച്ചു തന്നു എന്ന് പറഞ്ഞതിൽ ഈ നിക്കാഹ് ഖുത്ബയില്ല. അപ്പോൾ നിക്കാഹ് ഖുത്ബ ഏത് ഭാഷയിലാകണമെന്ന വാദപ്രതിവാദത്തിൻ്റെ പ്രസക്തി ഇല്ലാതായി. അങ്ങനെയാണ് മുന്നോട്ട് നീങ്ങിയത്. എന്നാൽ ഇപ്പോൾ നിക്കാഹ് ഖുത്ബ സുന്നികളും മലയാളത്തിൽ നടത്താൻ ആരംഭിച്ചിട്ടുണ്ട് അങ്ങിങ്ങായി. ഞാനും ഈ സുന്നികളുടെ നിക്കാഹുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ പ്രസംഗം ഇവിടെ നീണ്ടതാണ്. ഏറെക്കുറെ ആദം നബിയെ സൃഷ്ടിച്ച അവിടെ നിന്ന് തന്നെ ആണിത് തുടങ്ങുന്നത്. നീണ്ട പ്രസംഗം അവരും ആരംഭിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ നിക്കാഹ് ഇപ്പോൾ ഏറെക്കുറെ മലയാളത്തിൽ സുന്നികളും നടത്താൻ ആരംഭിച്ചിട്ടുണ്ട് എന്ന് ചുരുക്കം.